ഹലോ ഗൈസ്, ഫസ്മിന ലല്ലു സഫ മെഹ്നു ഈ ഒരു ഉടായ്പ പരിപാടി ഉടനെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഫസ്മിന 1-2 വീഡിയോ ഇടുമ്പോഴത്തേക്ക് കൺക്ലൂഷൻ എന്നിട്ട് പൊടിയും തട്ടി പോകും. അപ്പോഴത്തേക്ക് തീരുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ വിശ്വാസം അതാണ്. ഇനി അടുത്ത സീരീസ് ഉണ്ടോ എന്ന് അറിയത്തില്ല ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. എന്താണെങ്കിലും ഇതിന്റെ ഒരു സമാപനമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതങ്ങോട്ട് തീരുന്ന ഈ ഒരു വേളയിൽ പുതിയൊരു സാധനത്തിനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. അതെന്താണെങ്കിലും ഇന്നലത്തോടെ ഇൻസ്റ്റാഗ്രാമിൽ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട്. ഇവരാണ് കക്ഷികൾ. അറിയാമായിരിക്കും, ഇൻസ്റ്റയില് ക്യൂട്ട്നെസ് വാരി വിതറി റീൽസ് ഇട്ടോണ്ടിരുന്ന ഈ രീതിയിലുള്ള വെറും മാറിയ റീൽ, അയ്യോ തൊലി ഉരിഞ്ഞു പോകുന്ന തരത്തിലുള്ള റീൽ ഇട്ടോണ്ടിരുന്ന അമയ ആൻഡ് വിഷ്ണു മുട്ടത്തോടും തലയും വെച്ചോണ്ട് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2.5 കൊല്ലമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ രണ്ടുകൂടെ അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്. പെണ്ണിനിപ്പം 20 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവന് ഒരു 26 വയസ്സും കാണും. ഇവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ 1-2 റീൽ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പം കാര്യം നിങ്ങൾക്ക് പിടികിട്ടും ഏത് ലെവലാണ് ഇവരുടെ പരിപാടി എന്ന്. അപ്പൊ അവൻ എവിടെയാ പോയിട്ട് ബാഗിൽ ഒരു കളർ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെന്താന്ന് അവന്റെ അടുത്ത് പോയി ചോദിക്കാം. എടാ 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 എന്തു ഈ കളർ വെള്ളം? അയ്യോ അത് ജീര വെള്ളാണ്. എനിക്ക് കുറച്ച് തരുവോ? അത് പറഞ്ഞ അത് പറഞ്ഞ എടാ എടാ എന്താണ് പേര്? എനിക്ക് ബിരിയാണി ഷേക്കും വാങ്ങി തരുവാ. എനിക്ക് കല്ലും ബീഫും വാങ്ങി തരുമോ? നിനക്കൊന്നുമില്ല. എനിക്കൊന്നും. എടാ എടാ എനിക്കുണ്ടല്ലോ ആൻസ് വാങ്ങിത്താ. കൂടുതൽ വെക്കുന്നില്ല. ഇവരുടെ റീലും തപ്പിട്ട് കിട്ടിയില്ല. 1-2 ട്രോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്ത് ഇമാതിരി അപരാധങ്ങളാണ് ഗൈസ്. ഈ പെണ്ണ് റീലെടുത്ത് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ പല്ല് കാണിക്കാതായിരുന്നു. നിങ്ങൾക്ക് പല്ലുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. സംസാരിച്ചോണ്ടിരിക്കും. ഏതാ 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 എനിക്ക് പാരലൈറ്റ് മേടിച്ചു തരാം ഈ രീതിയിലായിരുന്നു. ഇവക്ക് പല്ലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ബാഹുബലി 2 കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ പല്ല് കാണാൻ വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ് ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ചുണ്ടിൻ്റെ അടിയിൽ ഹാൻഡ്സ് തിരികെ കയറ്റി വെച്ചിട്ടുള്ള സംസാരവും. ഇതാണ് ഇവരുടെ ഒരു വിന്നിങ് ഫോർമുല, എന്നുവെച്ചാൽ ഈ വൈറൽ ഫോർമുല. അത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ഫോളോവേഴ്സ് ഒക്കെ കയറി, അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ കയറി, മില്യൺസ് ഓഫ് വ്യൂവർഷിപ്പ് കയറി, അങ്ങനെ വൈറലായിരുന്നു. ഇടക്കാലത്ത് ഭയങ്കര വൈറലായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് എവിടെയാണെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. ഇപ്പം എന്താണെങ്കിലും 2 പൊങ്ങി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കര ഇന്റർവ്യൂ ഒക്കെ കുറേ ചാനലുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു 2 വിവരം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. ഒരുത്തി +1 തോറ്റ് പഠിപ്പ് നിർത്തി, ഒരുത്തൻ 8ാം ക്ലാസ്സിൽ തോറ്റ് പഠിപ്പ് നിർത്തി. രണ്ടും കൂടെ 12ാം വയസ്സിൽ പ്രണയിച്ച് തുടങ്ങിയതാണ്. 7 കൊല്ലത്തെ പ്രണയം 18ാം വയസ്സ് തികഞ്ഞപ്പോഴത്തേക്ക് ഇവളുമായിട്ട് ഒളിച്ചോടിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള കുറേ കഥകളുണ്ട്. അതിലോട്ടൊക്കെ പറയാം. ഏറ്റവും അവസാനം ഇവരുടെ ഇന്റർവ്യൂവിന്റെ ചെറിയ 1-2 ഭാഗങ്ങൾ ഞാൻ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ മെച്യൂരിറ്റി ലെവൽ എന്തായിരുന്നു. ഇപ്പോഴും 2 മെച്യൂരിറ്റി ഇല്ല. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷ്ണു എന്ന് പറയുന്നവൻ ഒരു റീലിട്ടു. ഇവനെ തേച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി എന്നും പറഞ്ഞിട്ടാണ് റീലിട്ടത്. നമുക്ക് ആ റീൽ ഒന്ന് കാണാം. ഞങ്ങളിപ്പോ ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നല്ല, ബ്രേക്കപ്പ് ആകാൻ കാരണം വേറൊന്നല്ല, അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് വേറെ ആയിരുന്നില്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ വീണ്ടും അവിഹിതം ഗായ്സ്, വീണ്ടും അവിഹിതം. യവന്റെ കൂട്ടുകാരന്റെ കൂടാണ് ഇപ്പം മറ്റേ പെണ്ണ് ഒളിച്ചോടി പോയെന്നാണ് യവൻ വന്നിരുന്ന് പറയുന്നത്. സൂപ്പർ കൂട്ടുകാരനാണ് അവനെ, വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന കൂട്ടുകാരൻ. അവളും അവനെയും കൂടിയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് കുറച്ച് വൈകിട്ടാണ് കേസ്. എന്റെ പിള്ളേർ കൊണ്ടാണ് എനിക്ക് അറിയുന്നത്. ഞാൻ ഇവിടെ ഒരു ചാറ്റ് പോക്കി ജസ്റ്റ് ഒന്ന് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ വഴക്കിട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 2 മണിക്ക് അങ്ങനെ ട്രെയിൻ കയറി ഒറ്റയ്ക്ക് അങ്ങനെ വന്നതാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ തന്നെ ഞാനും ഉണ്ടായിരുന്നു. ആ ട്രെയിനിന്റെ ബാക്കിൽ ഇവിടെ എന്തെങ്കിലും ആകും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ വേണ്ടി ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോന്റെ ഫുൾ ചാറ്റും കാര്യങ്ങളും അവളുടെ എല്ലാ കാര്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് ഞാൻ ഈ മൊത്തം പ്രശ്നവും കാര്യം അവളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ലോക്ക് തുറന്നുകൊണ്ട് ഞാൻ റീചാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി, എല്ലാം അറിഞ്ഞു. ഇവിടെ അനാവശ്യ വീഡിയോകളും കുറച്ച് കാര്യങ്ങളൊക്കെ അവനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തെളിവായിട്ട് ഇതിന്റെ ബാക്കിൽ തന്നെ ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ പറ്റുന്നവർ എല്ലാവരും ഷെയർ ചെയ്യണം. വേറൊന്നുമല്ല, എന്റെ കയ്യിൽ അത്ര ഫോളോവേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ആ അക്കൗണ്ടിലാണ് എല്ലാ അക്കൗണ്ട് 2 അക്കൗണ്ടിൽ പാസ്വേഡ് എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്താണ്. അപ്പം സ്വന്തം ഭാര്യയുടെ അവിഹിത കഥകൾ പറയാൻ വേണ്ടിയിട്ട് അവൻ പുതിയ അക്കൗണ്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. 12.8K ആൾക്കാർ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോ തന്നെ 32 ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട്. മാരക സപ്പോർട്ട്. ഒരു മെഗാ സീരിയലിനുള്ള വകുപ്പുണ്ട്. ഇനി ചാറ്റ് വരും, തുണ്ട് കഥകൾ വരും, തുണ്ട് വീഡിയോസ് വരും, പല നമ്മുടെ ഫസ്മിന ലല്ലു എന്താണോ അത് തന്നെ.
ഇത് രണ്ടും വെടക്കുകളാണ്. ഫസ്മിനെ ലല്ലുവിന്റെ അറിയാമല്ലോ, ആദ്യം എല്ലാവരും ഫസ്മിനെ സപ്പോർട്ട് ചെയ്തു, പിന്നീടാണ് മനസ്സിലായത് രണ്ടും ഉഡായിപ്പിന്റെ അങ്ങേയറ്റമാണെന്ന്. ഉഡായിപ്പ് കണ്ടുപിടിച്ചത് തന്നെ അവരാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. ഇക്കാര്യത്തിലും അത് തന്നെ, മെയിനായിട്ട് ഇമ്മച്യൂരിറ്റിയാണ് ഇവരുടെ ഈ ഒരു കേസിൽ എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടിനും വിവരം എന്ന് പറയുന്ന സാധനമില്ല, അത്രയും വിവരം കെട്ട രണ്ടെണ്ണം. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ അമയമോള് ഒരു റീലുമായിട്ട് വന്നു, യവനി എഗനിസ്റ്റ് ആയിട്ട്. നമുക്ക് ആ റീലൊന്ന് കാണാം. ഹായ് ഗൈസ്, അപ്പൊ എല്ലാവരും കുറെ പേര് കാര്യം അറിയാതെ എന്നെ കൊണ്ട് ഒരു ബ്ലോഗ് ഇടുന്നു പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ആ കാര്യങ്ങൾ മൊത്തം നിങ്ങളെ കൊണ്ട് പറയുവാണ്. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഓഹോ, വേറൊരുത്തിന്റെ പേരിൽ ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ പുതിയ കഥാനായകൻ, അമയുടെ പുതിയ ക്യാമുകൻ. ഇതാണ് അവന്റെ ഫോട്ടോ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് അമയ ഒഫീഷ്യൽ അവിടെ അക്കൗണ്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അബി എന്നാണ് ചെറുക്കന്റെ പേര്. ഇവന്റെ കൂടെ ആണെന്ന് തോന്നുന്നു ഇപ്പൊ അവൾ ഇറങ്ങി പോയിരിക്കുന്നത്. ഇനി പോകാനുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ പറഞ്ഞു നടന്നിപ്പോ ശരിയായില്ലേ കുഞ്ഞെ, നീ ഇപ്പൊ അവനോട് അല്ലേ പോയേക്കുന്നേ, ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഇതാക്കിയതാണ്. പക്ഷെ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു, ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. എന്നിട്ട് അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പോയിക്കോ. പിന്നെ അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ നിനക്ക് തന്നെ മനസ്സിലാവും. ഈ വോയിസ് നിങ്ങൾ തന്നെ കേട്ടാ, അവൻ ഇത്രയൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ എങ്ങനെ അവന്റെ കൂടെ പോകണം? വോയിസ് നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് നിന്നെ വേണ്ടടാക്കൂ, നീ തന്നെ അവളെ യൂസ് ചെയ്തു, ഞാൻ കുറെ യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആ ചെറുക്കൻ ലവനയച്ച വോയിസ് ആയിരിക്കും അതെടുത്ത് പ്ലേ ചെയ്ത്. നമ്മളെ വോയിസും സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് വെക്കരുത്, ഇതൊക്കെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മുടെ അമയെക്കുറിച്ച് പറയുന്നത്, ലവന്റെ കൂടെ ഇവള് പോയെന്ന് ഇങ്ങനെ പറഞ്ഞു നടന്നു. ലവൻ മറ്റേ വിഷ്ണു എന്ന് പറയുന്നത് പറഞ്ഞു നടന്നുകൊണ്ട് ഞാൻ അവന്റെ കൂടെ പോകുന്നു, ഞാൻ കാരണം ചീത്തപ്പേര് കേട്ട അബിക്ക് ഞാനൊരു ജീവിതം കൊടുക്കുന്നു എന്നാണ് അമയ പറയുന്നത്. ഞാൻ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ദിലീപും കാവ്യമാധവനും അവസാനം കാവ്യമാധവനെ ദിലീപ് കേട്ടിരിക്കുന്നത്, ഞാൻ കാരണം ജീവൻ നഷ്ടപ്പെട്ട കാവ്യക്ക് ഞാനൊരു ജീവിതം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെയിം ലൈനാണെന്ന് തോന്നുന്നു. കുട്ടി ഒരു ദിലീപ് ഫാൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി വിഷ്ണുവിനെ തേക്കാനുള്ള കാരണം പറയുന്നുണ്ടോ, അത് കേൾക്കാം. പിന്നെ ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് മാത്രമേ. ഇപ്പൊ ഉള്ള പയ്യന്റെ കൂടെ അവര് തമ്മിൽ കല്യാണം കഴിച്ചിട്ട്, ആദ്യത്തെ ചെറുക്കനോട് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. ായിട്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ എന്നെ ഫുള്ള് ബ്ലാക്ക് മെയിലാണ്, നിങ്ങൾ തന്നെ പറ. പിന്നെ എനിക്ക് ഈ ടൈമിൽ കഞ്ചാവൊക്കെ ആദ്യം വലിക്കുമായിരുന്നു, അതെനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഇതൊക്കെ നിർത്തിയാലേ ഞാൻ വരത്തോളം എന്നാ ഞാൻ അവനെ കൊണ്ട് പറഞ്ഞത്. എന്നെ കൊണ്ട് എല്ലാം നിർത്തി എന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ അറിയാതെ ഈ കഞ്ചാവൊക്കെ വലിക്കാൻ തുടങ്ങി, എന്നെ കൊണ്ട് അറിയാതെ. അപ്പൊ തന്നെ പറയും എന്നെ അത്ര ഇഷ്ടമുണ്ട്, എന്നെ ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തുള്ള സംശയരോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പോഴാണ് ശരിക്കും ഇനിയാണ് കാണിച്ചു കൊടുക്കാൻ പോണത്. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നടേ, എന്താണ് ഇവിടെ നടക്കുന്നത്? എല്ലാത്തിനകത്തും ഈ കഞ്ചാവ് ഉണ്ട് എന്നുള്ളതാണ്. കഞ്ചാവ് ഒരു മെയിൻ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പിനകത്ത്. ഈ അബി എന്ന് പറയുന്ന പയ്യന്റെ കൂടെ അമയെ പോകാനുള്ള കാരണം എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംശയരോഗം, 2 കഞ്ചാവ്, ഈ 2 പരിപാടികൾ ഉണ്ടായതുകൊണ്ട് അവനോട് ജീവിക്കാനേ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് നമ്മുടെ വേറൊരു റിലേഷൻഷിപ്പ് തേടി അമയ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ശരികൾ ഉണ്ടായതുകൊണ്ട് എന്തരയിലൊക്കെ നമ്മൾ കേട്ടിരിക്കുക, കൂടുതൽ അഭിപ്രായം പറയാൻ നിൽക്കുന്നില്ല. എൻ്റെ പോലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, യവൻ കഞ്ചാവാണെന്ന് നീ ഒരു 6-7 കൊല്ലമായിട്ട് ഇവൻ്റെ കൂടെ റിലേഷൻഷിപ്പിലായ സമയത്ത് തന്നെ നിനക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ പെട്ടെന്ന് നിനക്ക് ആ കഞ്ചാവ് ഒരു ഇതായിട്ട് എങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ ഈ റീസൺസ് ഒക്കെ ലവന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നീ കണ്ടെത്തിയ ഒരു റീസൺ ആണോ, അതോ ഈ റീസൺ കാരണമാണോ അവന്റെ കൂടെ പോയത്? ഈ 2 ഒരു ക്ലാരിറ്റി കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ. പിന്നെ സംശയരോഗം, ഇപ്പൊ അവന്റെ സംശയം യഥാർത്ഥമായില്ലേ, അതിനെന്തായാലും സംശയരോഗം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കുറെ ഭർത്താവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്നു വരുന്നുണ്ട്. ഒരു ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് നോക്ക് കൂടിയില്ലേ, എപ്പോ ചെക്കന്മാരെ കൂടി ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കണം, ആ ഒരു മൈൻഡ് മാത്രമേ അവനുള്ളൂ. എന്നെ നോക്കിയിട്ടില്ല. എനിക്കൊരു സാധനം വാങ്ങിത്തരണം എന്നൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യണം, അങ്ങനെയൊക്കെ തന്നെ. പിന്നെയാണ് ഈ പറയുന്ന അബി എന്ന് പറഞ്ഞ അവന്റെ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ അവനുമായിട്ട് എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അവന്റെ കൊച്ചാണ് എന്റെ വയറ്റില് എന്നൊക്കെ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന്
അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് എന്നെ കാണിക്കുക. എനിക്ക് കുറെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്, കരഞ്ഞ് ഞാനിപ്പോ ചാവാൻ പോവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. പിന്നെ എന്നെ അവനെ ഇങ്ങനെ ഒരുമാതിരി മോശമായിട്ട് പോലെ അത്രയ്ക്ക് വൃത്തികേടായിട്ട് പറഞ്ഞു, നീ എടുത്തോ, എന്റെ യൂസ് ഒക്കെ കഴിഞ്ഞ് നീ എടുത്തോ, ഇനി എനിക്ക് വേണ്ട, അങ്ങനെ അത്രയ്ക്കും ബാഡായിട്ടാണ് പറഞ്ഞത്. ഇനി നീ ഇങ്ങനെ കുറച്ച് നാൾ കൊണ്ട് ഉപയോഗിക്കുക, അങ്ങനെയാണോ ഒരു ഭർത്താവെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഇങ്ങനൊന്നും അല്ലല്ലോ. അവന്റെ കുറെ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞു വരുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ വീട്ടിലെ കാര്യങ്ങളും അവന്റെ കാര്യങ്ങളും ജോലിയില്ല എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ അവനെ നോക്കിയത്. പക്ഷെ എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. അപ്പം കൊച്ചു പറയുന്നത് കൊച്ചിന്റെ കാര്യങ്ങളൊന്നും ലവൻ നോക്കുന്നില്ല, അവൻ ഈ മാതിരി മറ്റേ പരിപാടി വലിച്ച് തെറ്റിദ്ധരി നടക്കലാണ്, സ്നേഹം കൊടുക്കുന്നില്ല. അപ്പം സ്നേഹം എവിടെ കിട്ടി അങ്ങോട്ട് കൊച്ചു പോയി. അതാണ് അമ്മയെ കൊച്ചിന്റെ ഒരു എക്സ്പ്ലനേഷൻ. നമ്മുടെ നാട്ടിൽ ഒരു 90% അവിഹിതങ്ങളും ഉണ്ടാവുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഇതാണ്. നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് വേണ്ടത്ര സമയം കൊടുക്കാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ മൊട്ടത്തോടും തലയും വെച്ചുകൊണ്ട് പോയി കല്യാണം കഴിച്ച ഈ പെണ്ണിനെന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു, ആ ചെറുക്കനെ ജോലിക്ക് പോലും വിടാൻ ഇനി പെണ്ണ് സമ്മതിക്കൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജോലിക്ക് പോകാൻ നേരത്തിട്ട് കടന്ന് കരയുമെന്ന്. അവൻ ജോലിക്ക് പോകുന്നതിന് മറ്റേ 1 year മുമ്പ് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് വന്ന് പറഞ്ഞ കാര്യമാണ്, നമ്മൾ കഴിഞ്ഞിട്ട് പറയുന്നതല്ല. അങ്ങനെയുള്ള പെണ്ണ് ചില ടീംസ് ഉണ്ട് 24 മണിക്കൂർ ഇങ്ങനെ കൂടെ വേണം, ഒരു ജോലിക്കും പോകാതെ ഇവരുടെ ഒരു ചക്കരെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കാര്യമാണ്. ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു പെണ്ണാണിത്. ലവനാണെങ്കിൽ അവൻ്റെതായിട്ടുള്ള ഫ്രീഡം, ഫ്രണ്ട്സ്, മറ്റേ ഗഞ്ചാവ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് അവൻ്റെ ഒരു വേറൊരു രീതി, ഇവക്ക് വേറൊരു രീതി. അപ്പം അവിടുന്ന് അറ്റൻഷൻ ഇങ്ങോട്ട് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അറ്റൻഷൻ കിട്ടുന്നിടത്തോട്ട് പോയി. ഇതിനകത്ത് നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റും? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടും കണക്കാണ്. ഒരെണ്ണത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ചെല്ലണമെന്ന് പറയുന്നുണ്ട്, അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും പിന്നെ ചെല്ലണം. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ ആ ടൈമിൽ പ്രശ്നം നടക്കുന്ന ടൈമിൽ ഞാൻ തിരിച്ചില്ലായിരുന്നു. അപ്പൊ അന്ന് രാത്രി ഇതുപോലെ ഒരു 1 മണി 2 മണിയായി. അതുപോലെ എന്നെ അടിക്കാനൊക്കെ വന്ന് എന്നെ ഇവിടേക്ക് അടിച്ചിട്ടുണ്ട്, കണ്ണിന്റെ ഇവിടേക്ക് ഇട്ട് അടിച്ചിട്ടുണ്ട്. എന്നെ അടിക്കാനൊക്കെ വന്നിട്ട് എന്നെ രാത്രി അവിടുന്ന് ആ പ്രശ്നത്തിൽ നിന്ന് കയറ്റി വിടുന്നത് തിരിച്ച് തമിഴ്നാട് പോലീസാണ് പാലക്കാട് കയറ്റി വിട്ടിട്ട് പാലക്കാട് നിന്ന് ഞാൻ ഇങ്ങോട്ട് എറണാകുളം വന്നത്. അപ്പൊ അത്രയും പ്രശ്നം അവിടുന്ന് ഞാൻ അത്രയ്ക്കും പേടിച്ചിട്ടാണ് വന്നത്, എന്റെ പുറകെ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. എന്നെ കാണാൻ വേണ്ടി 2 ദിവസം എറണാകുളത്ത് വന്നിട്ട് എറണാകുളത്ത് നിന്ന് കുറെ ആൾക്കാരെ ഫോൺ മേടിച്ച് വിളിക്കാനൊക്കെ നോക്കിയതാണ്, ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഫുള്ള് എനിക്ക് മൊത്തത്തിൽ എന്നെ ഇതാക്കുമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അവനെ എന്നെ കുറെ ഞാൻ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് വേണ്ടി അവൻ അടുത്ത റിയാക്ഷൻ വീഡിയോ ഇടും. പക്ഷെ ഇട്ടോട്ടാ, ഞാനിപ്പോ രണ്ടും എത്തിച്ചിട്ട് ഇനി എന്തായാലും എന്റെ വാശിക്ക് ഇവനെ തന്നെ നോക്കത്തോന്നാ പറഞ്ഞു. ഇനി എന്നിട്ടാലും എനിക്കതൊരു പ്രശ്നമേ ആയിരിക്കും. അപ്പം വാശിക്ക് മോള് യവനെ തന്നെ നോക്കത്തുള്ളൂ. ഇപ്പോഴത്തെ പുതിയ അത് വാശി കൊണ്ടാണോ നോക്കുന്നത്, സ്നേഹം കൊണ്ടാണോ, എന്തിനാണ് എന്തോ. ഇനി അവനെ എപ്പോൾ കളഞ്ഞിട്ട് പോകാൻ ദൈവത്തിന് അറിയാം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ പറയും ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ ഇത്രയും കഞ്ചാവൊക്കെ അടിച്ചു ഇങ്ങനെ ഇത്രയും ഉപദ്രവിക്കുന്ന ആളെ കൂടെ നിൽക്കേണ്ടത് ഇത് സ്നേഹമാണോ എന്ന് മനസ്സിലാവുന്നത്? കഞ്ചാവ് അടിച്ചിട്ട് ആ തോന്നുന്നൊരു റിയാക്ഷനാണ് അവനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തത്തിൽ. ഇനി നിങ്ങൾ തന്നെ പറയും, നിങ്ങളാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. നമ്മള് എല്ലാം തീരുമാനിക്കേണ്ടത് നമ്മളെന്താ പണയ, നീയൊക്കെ വന്നോ അവരാധിക്കുക പണയ എന്താ ചെയ്യ, നമ്മള് ഉമ്മ കേട്ടോണ്ടിരിക്കുക. നമ്മളെന്താ പണയേണ്ടത്? നീയൊക്കെ ജനിച്ചത് തന്നെ ഏറ്റവും വലിയ തെറ്റ്, അതെനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോക്ക് ശേഷം 11 ഒരു വീഡിയോ ഇട്ടു, ആ വീഡിയോ ഒന്ന് കാണാം. ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് 2ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ വേറെ ഒന്നല്ല പറയാൻ പോണത്. സോങ് പ്ലേ ചെയ്തിട്ട് നീ അതിന്റെ ബാക്കിൽ ഇരുന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുവാണോ, അതോ നീ പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടേക്കുവാണോ? ഇവൻ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തമ്മിലൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. അവളിനെ ഞാൻ അനാവശ്യ വാക്കുകൾ കുറെ വിളിച്ചെന്ന് അവളൊരു വീഡിയോ പറയുന്നുണ്ടല്ലോ. അത് വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ജസ്റ്റ് നമ്മളുടെ ചാറ്റ് ലിസ്റ്റ് ഒന്ന് ഫോട്ടോ സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോ അവൻ പറഞ്ഞ് ഞാൻ എന്താണെന്ന് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ അമ്മയെ വന്നിട്ടൊരു വോയിസ് പ്ലേ ചെയ്തല്ലോ, അവളെ അനാവശ്യം പറഞ്ഞെന്ന്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ചാറ്റ് ഈ ഒരു വീഡിയോയിൽ വെക്കുമെന്നാണ് ഈ അവൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ വെച്ചേക്കുന്ന ചാറ്റാണ് ഇത്. എന്തരാണ് എന്തത് വായിച്ചിട്ട് പോലും ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി എല്ലാവരും അറിഞ്ഞോളും, ഡീപ്പ് ഒന്നും ആവണ്ട. അതിന് വിഷ്ണു മിണ്ടുന്നുണ്ട്. തഞ്ചാവൂർ ബന്ധമുണ്ടായിരുന്നു, പിന്നെ ഇവിടെ വന്ന് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. എനിക്ക് കൊച്ചുണ്ടാവുമോ എന്ന് കൂടി അറിയില്ല ഡാ. ഇത് എന്ത് പാടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തഞ്ചാവൂര് ബന്ധം, ഇവിടെ വന്നിട്ട് ബന്ധം, മറ്റവനോട്ടുള്ള ബന്ധത്തിന്റെ കാര്യമാണോ പറയുന്നത്? എന്തരാണോ എന്തോ, യവനൊക്കെ എന്തുവാണോ പറയുന്നത്? ഇനി എന്താണെങ്കിലും മെഗാ സീരിയൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗൈസ്. ഇനി പല എപ്പിസോഡ്സ് ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. വെറും 2 പോസ്റ്റ് കൊണ്ട് അവൻ 12,000 സബ്സ്ക്രൈബേഴ്സിനെയാണ് ഒപ്പിച്ചിരിക്കുന്നത്, ഫോളോവേഴ്സിനെയാണ് ഒപ്പിച്ചിരിക്കുന്നത്. മിടുക്കൻ ഭാവിയുണ്ട്. ഇതിനുശേഷം നമ്മുടെ അമയക്കൊച്ച് ഒരു വീഡിയോ ആയിട്ട് വന്നു. യവൻ പറയുന്നത് കള്ളത്തരമാണെന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോയും കൂടെ ഞാൻ വെക്കാം.
ഹായ് ഗൈസ്, അപ്പൊ ഞാനിപ്പോ പറയാൻ പോണത്, നിങ്ങളിപ്പോ അവൻ പറയുന്നതും കേട്ട് അവന്റെ വാക്ക് വിശ്വസിക്കണ്ട. അവനെന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് ഇപ്പൊ കാണിച്ചിട്ടിരിക്കുന്നത് മൊത്തത്തിൽ. അവൻ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, 2 അക്കൗണ്ടും എന്റെ കയ്യിലാണ്, ഈ 2 അക്കൗണ്ടും എന്റെ അക്കൗണ്ടാണ്. അപ്പൊ ഞാൻ അവന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ അക്കൗണ്ട്. പിന്നെന്ന് വെച്ചാൽ അവന് ഈ കുറെ ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ പിടിച്ച് അവന് ഞാൻ എല്ലാ ഫോട്ടോസും അയച്ചു കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോസും ഒരു കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടില്ല. എന്റെ ഫോണൊന്നും റിക്കവർ എന്ന് പറഞ്ഞ സാധനമേ ചെയ്തിട്ടില്ല. അവൻ കുറെ കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴോ എന്റെ കൂട്ടുകാരൊരു തമാശയ്ക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനാണ് അവൻ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്. പക്ഷെ അവൻ എന്നെ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ എന്നെ അവൻ ഒന്നുമേ നോക്കിയിട്ട് കൂടിയില്ല. ഈ വാടക ഗർഭം വരെ എന്നെ കൊണ്ട് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പറയുന്ന വിഷ്ണു എന്ന് പറഞ്ഞ ആള്. പിന്നെ ഒരു ആൾക്കാർ അപ്പൊ നോക്കാത്തോണ്ടാണ് ഗൈസ്, നോക്കിയില്ല, അതാണ് മെയിൻ. മറ്റേ അവൻ വലിച്ചടക്കുമായിരുന്നു. കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, പണിക്ക് പോയി നോക്കുന്ന. പണിക്കൊന്നുമല്ല, റീച്ചിന് വേണ്ടി മാത്രമാണ് ഒരു ദിവസം പണിക്ക് പോയത്, അവൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ അവൻ പണിക്കൊന്നും പറഞ്ഞ സാധനത്തിലേ പോകത്തില്ല. പിന്നെ അവന് റീച്ചിന് വേണ്ടിയാണ് ഇപ്പൊ അവൻ ഓരോന്ന് കാണിച്ചിട്ടിരിക്കുന്നത്. ഈ അബി എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇവൻ പറയുന്ന പോലെ ഇവന്റെ കൂട്ടുകാരനല്ല ഒരിക്കലും ഈ അബി എന്ന് പറഞ്ഞ ആള്. അപ്പൊ അവന്റെ കൂട്ടുകാരനല്ല അബി എന്നാണ് പറയുന്നത്. പുതിയ അറിവുകളാണ്. ഒരിക്കലും കൂട്ടുകാരനൊന്നും അല്ല. ഇങ്ങനെ ഒരു ദിവസം ഒരു പരിപാടിക്ക് എന്തോ വന്ന് ഈ അവൻ ഡ്രം സെറ്റിൽ പോകണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് പണ്ടെപ്പോഴോ കണ്ടൊരു ഇത് മാത്രമാണ്. അല്ലാതെ ഈ കൂട്ടുകാരനെന്ന് പറഞ്ഞ ആളെ അല്ല ഇവന്റെ അബി. അങ്ങനെ പരിചയപ്പെട്ട് അവൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്പനി ആയതാണോ? അപ്പൊ നിങ്ങൾ തമ്മിൽ കമ്പനി ആയത് എങ്ങനെയാണ്? അതൊരു ചോദ്യചിഹ്നമാണല്ലോ. അത് ആദ്യം മനസ്സിലാക്ക്. അബി ഇവന്റെ കൂട്ടുകാരൻ ഒരിക്കലും അല്ല. അവന്റെ കൂട്ടുകാരനും കൂടെ ആയിരുന്നു പൊളിച്ചേനെ, അത് വേറെ കാര്യം. ഇപ്പൊ ഒരാളെയും കിട്ടിയിട്ടുണ്ട്, കുറെ ആൾക്കാർ പറയണോ കേട്ടിട്ട് എന്നെ ഇങ്ങനെ ബാഡായിട്ട് പറഞ്ഞ് നടക്കുവാണ്. എന്നോട് ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നത്. ഇഷ്ടമുള്ള ആൾ ഒരിക്കലും ഇങ്ങനെ ബാഡായിട്ടൊന്നും പറയില്ല. പിന്നെ ഞാനിത് നിങ്ങളെ കൊണ്ട് പറയുമോ? നിങ്ങൾ ആദ്യം അവനെ മനസ്സിലാക്കല്ലേ. എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവൻ റീച്ചിന് വേണ്ടിയാണ് ഇപ്പൊ ഒരേന്നൊക്കെ അവനിപ്പോ വന്നിട്ട് കുറച്ച് കേസുണ്ട്. അവന് വന്നിട്ട് കുറച്ച് വണ്ടി കേസുണ്ട്, പിന്നെ വന്നിട്ട് ഒരു കഞ്ചാവ് കേസ് കുറച്ചുണ്ട്. അപ്പൊ അതിൽ ഒരു കേസ് 1-2 കേസ് ഇപ്പൊ അവന് വാറണ്ടാണ്. അത് അവന്റെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറെ കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ വണ്ടി എടുത്തിരിക്കുന്നതും അത് എന്റെ പേരിൽ എന്റെ അക്കൗണ്ട് വരെ അക്കൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ എന്റെ അക്കൗണ്ടിൽ പൈസ ഇടാൻ പറ്റത്തില്ല. ആ വണ്ടിക്കാരാണ് പിടിച്ചിട്ട് പോണത്. പിന്നെ അതല്ലാതെ അവന് പിന്നെ ഈ എല്ലാവരും ഇപ്പൊ കൊച്ചെന്ന് പറയുന്നുണ്ടല്ലോ, അബീന്റെ കൊച്ച്. അങ്ങനെ എനിക്ക് കൊച്ചും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവനായിട്ട് ഇങ്ങനെ എല്ലാവരെ കൊണ്ട് ചുമ്മാ പറഞ്ഞ് നടക്കുവാണ്. അങ്ങനെ ഒരു കൊച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ വന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഒരു ഫോൺ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും പൈസ വെച്ചിട്ടായിരുന്നു. പക്ഷെ എന്നിട്ട് കൂടി എനിക്കൊരു ഫോൺ, നല്ല ഫോണില്ല. അവന് വന്നിട്ട് ഒരു സാംസങ് S22 Ultra എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി അവൻ കൊണ്ടുപോയി. പല സാധനങ്ങളും ഞാൻ വാങ്ങിക്കൊടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എന്നെ അവൻ നോക്കിയിട്ടുണ്ടെന്ന് അവൻ ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നെ നോക്കിയിട്ടൊന്നുമില്ല. എന്നെ ഇങ്ങനെ അവൻ ഡ്രം സെറ്റിന് പോകും. അവിടെ അത്രയും വോയിസ് ഉള്ള സ്ഥലം, അവിടെ കൊണ്ടാണ് അവൻ കൊണ്ടിട്ടിട്ടുള്ളത്. അവിടെ ആർക്കും ഇതൊന്നും ആരും വിശ്വസിക്കത്തൊന്നുമില്ല. പക്ഷെ പല ആൾക്കാരും ഇങ്ങനെ കൊട്ടാൻ പോണവർക്ക് എന്തായാലും അവിടെ. അപ്പം ഇതാണ് അമ്മയെ കൊച്ചിന്റെ എക്സ്പ്ലനേഷൻ. മെയിനായിട്ട് അവൻ അമ്മയെ എന്നുള്ളതാണ് കുറ്റം. പിന്നെ നമ്മുടെ സൽസ്വഭാവിയായിട്ടുള്ള വിഷ്ണുവിന്റെ ഒരു സ്റ്റോറിയും അമ്മയെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴിലൊക്കെ നീ ഫേമസ് ആണെന്നുണ്ട്. വണ്ടി മോഷ്ടിച്ച് തമിഴായിട്ടൊന്നും വായിക്കാനും പറ്റത്തില്ല. ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അമ്മയെ ഷെയർ ചെയ്ത ഫോട്ടോ. വണ്ടി മോഷണമാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ പോയിട്ടുള്ള പരിപാടി എന്തുവാ. അപ്പം വാർത്തയൊക്കെ വന്നിട്ടുള്ള വലിയ സെലിബ്രിറ്റിയാണ്. തമിഴ്നാട്ടിലും ഫേമസ് ആണെന്ന് തോന്നുന്നു ചെറുക്കൻ. ഒരു കാര്യം ഞാൻ പറയാം. ഇവരുടെ ലവ് സ്റ്റോറി 12ാമത്തെ വയസ്സിൽ FBയിലൂടെ ഇവർ പരിചയപ്പെടുന്നു. ഈ പെണ്ണാണ് ഈ വിഷ്ണുവിന് റിക്വസ്റ്റ് അയക്കുന്നത്. വിഷ്ണുവിന് അന്നേരം 18 വയസ്സ്. അങ്ങനെ നീണ്ട 7 കൊല്ലത്തെ പ്രണയം ഇവർ തമ്മിലുള്ള. ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചത്. പെണ്ണിന്റെ വീട്ടിൽ ഒട്ടും ഈ ഒരു ബന്ധത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ പെണ്ണിന്റെ അമ്മ ഈ ചെറുക്കനെ പോക്സോ കേസിൽ പെടുത്തി 9 മാസം ജയിലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വിഷ്ണുവിനെ. അങ്ങനെ പിന്നീട് ഈ പെണ്ണ് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് വിഷ്ണുവിനെ പുറത്തിറക്കുന്നത്. മനസ്സിലായി? ആ കേസ് പിൻവലിച്ചിട്ട് പുറത്തിറക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു ഒളിച്ചോട്ട വിവാഹമാണ് ഇവരുടേത്. ഇതിനകത്ത് ഈ പെണ്ണ് ഈ വിഷ്ണുവിനെ പ്രപ്പോസ് ചെയ്യുന്നത് വെറും 12ാമത്തെ വയസ്സിലാണ്. ആലോചിക്കണം, 12ാമത്തെ വയസ്സിൽ പ്രപ്പോസ് ചെയ്യാണ്. 12ാമത്തെ വയസ്സിൽ തന്നെ ഇവർ റിലേഷൻഷിപ്പിലാവുകയാണ്. വെറൈറ്റി മീഡിയക്കകത്ത് വന്ന പഴയ ഒരു ഇന്റർവ്യൂ ഞാൻ വെക്കാം. അത് ഇഷ്ടപ്പെട്ട് അസ്ഥിക്ക് പിടിച്ചു. 12ാം വയസ്സിൽ വിഷ്ണു അവിടെ അസ്ഥിക്ക് പിടിച്ചു. അങ്ങനെയാണ് ഇവരുടെ പ്രണയമൊക്കെ വീട്ടിൽ. ഇവള് തന്നെ ഈ ഒരു ഇഷ്ടം 12ാം വയസ്സിൽ അമ്മയെടുത്ത് പോയി പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംഭവമുണ്ട്. മനസ്സിലാവും? അന്ന് അസ്ഥിക്ക് പിടിച്ചതാണ്. ഇപ്പം വേറെ ആരോണ്ട് വന്ന് അസ്ഥിക്ക് പിടിച്ചു. നമുക്ക് ഒരുപാട് അസ്ഥികളുണ്ടല്ലോ. അപ്പം ഓരോ അസ്ഥിയിലും ഇങ്ങനെ ഓരോരുത്തർ പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എവിടെ പോയി നിൽക്കും ഇത്? ഇനി ഇപ്പോൾ ഉള്ളവൻ എത്ര കാലം നിൽക്കുമെന്ന് ദൈവത്തിന് അറിയാം. എക്സാം ഒന്നും നോക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജയിച്ചൊന്നുമില്ല. +2 തോറ്റ്.
+2 തോറ്റ്. എന്തിനാ പ്രൗഡായിട്ടാണ് പറയുന്നത്? 8ാം ക്ലാസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. ഇവന്റെ പ്രേമം കാരണം എപ്പോഴും ഫോണിൽ കളിയായതുകൊണ്ട് +2 തോറ്റ്, +1 വരെ പഠിച്ചോളൂ. ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത്. കേരളത്തിലെ 99% വിജയമെന്നാണല്ലോ പറയുന്നത്. ആ 1% ഇപ്പം കണ്ടുകൊണ്ട് ഇവളാണ് ആ 1%. പിന്നെ മസ്താനെ ഇഷ്ടപ്പെടാനുള്ള റീസൺ ചോദിക്കുന്നുണ്ട്. ചേട്ടൻ അന്ന് നല്ല മുടി ഉണ്ടായിരുന്നു, ചേട്ടന്റെ സംസാരം ഭയങ്കര രസമാണ്, ചേട്ടൻ ഭയങ്കര കോമഡി പറയുമായിരുന്നു. ഇതൊക്കെയാണ് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പറയുന്നത്. ലവനും പ്രത്യേകിച്ച് അന്ന് ചന്തമൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെയാണ് ഇഷ്ടപ്പെടാൻ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഇതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യവൻ ജയിലിൽ കിടന്ന സമയത്ത് യവള് വേറെ കുറെ പരിപാടികളിലോട്ട് മുഴുകിയിട്ടുണ്ടായിരുന്നു. ഇവക്ക് വേണ്ടിയിട്ട് അവൻ ജയിലിൽ കിടക്കുക. ജയിലിൽ കിടന്ന സമയത്ത് ഇവള് ടൈം പാസിന് വേണ്ടിയിട്ട് വേറെ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കും. അതിനെപ്പറ്റി പറയുന്നുണ്ട്, അത് ഞാൻ വെക്കാം. പിന്നെ ഞാനും ആ ടൈമിൽ ചുമ്മാ ഇങ്ങനെ തമാശയ്ക്ക് ഒരേ പ്രേമം നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ചെയ്യില്ലായിരുന്നു. പിന്നെ ഇതൊന്നും ഞാൻ അറിയില്ലല്ലോ. അത് അല്ല, അത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞതും ഞാൻ മെല്ലെ പൊക്കി പറഞ്ഞാൽ മെല്ലെ പൊക്കി, ഒറ്റടിക്ക് ഞാൻ പൊക്കിയില്ല. അതിങ്ങനെ ചുമ്മാ ടൈം പാസിന് നോക്കിയോ? കാമുകൻ ജയിലിൽ കിടക്കുമ്പോ ടൈം പാസിന് അതെങ്ങനെയായിരുന്നു? കാമുകൻ ജയിലിൽ കിടക്കുമ്പോൾ ടൈം പാസിന് ഇവിടെ വേറെ വേറെ പ്രണയങ്ങൾ ഒപ്പിക്കലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പെട്ടെന്ന് അങ്ങ് 3 മാസത്തേക്ക് നോ കോണ്ടാക്ട്, അങ്ങ് മുങ്ങി. ആ സമയത്ത് യവനും വേറൊരു പ്രണയം നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. അവ രണ്ടും ഒരു തൊഴുത്തി കെട്ടാവുന്ന ഇനങ്ങളാണ്. ഷെയർ ചെയ്യുന്നേ ജോലികൾ അവൻ ചെയ്യും. എല്ലാം. അതായത് വീട്ടിലെ ജോലിയും ചെയ്യണം, രാവിലെ എണീറ്റ് ജോലിക്കും പോണം. ആ ജോലിക്കാണെങ്കിൽ പോവാനും സമ്മതിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അമ്മയൊന്നും ചെയ്യില്ല വീട്ടില്? എനിക്കൊന്നും അറിയില്ല. എന്തൊക്കെ അറിയാം? എനിക്ക് പാത്രം വരാനൊക്കെ അറിയാം. വലിയ കാര്യം, പത്രം കഴിവാനൊക്കെ അറിയാൻ കേട്ടോ കൊച്ചിന്. ഇതൊക്കെ കാണുമ്പോഴാണ് ഇവിടുത്തെ എന്തിനാ മോളെ ഇങ്ങനെ ഒരു ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിക്കുന്നത്? പഠിക്കാനുള്ള കഴിവുമില്ല, ജീവിക്കാനുള്ള കഴിവുമില്ല. സത്യം പറയല്ലോ, ഭൂമിക്ക് ഭാരമാണ് നീയൊക്കെ. അവൻ ജോലിക്ക് പോവാണെങ്കിൽ ഇവിടെ ജോലിക്ക് വിടത്തില്ല, ഇതാണ് പറഞ്ഞു വരുന്നത്. അവൻ ജോലിക്ക് പോകാൻ നേരത്ത് രാവിലെ നടന്ന് കരയുന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അവനാണ് അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പൊ വന്നിട്ട് വീഡിയോക്കകത്ത് പറയുന്നത് അവൻ ജോലിക്ക് പോകാറില്ലെന്ന്. അന്ന് വന്ന് പറഞ്ഞത് ജോലിക്ക് വിടത്തില്ലെന്ന്. ഇങ്ങനെയുള്ള ഈ പിള്ളേരുടെ, ഈ പെണ്ണിന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ് പീക്കാണ്. 24/7 ഇവരുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ഇങ്ങനെ കൂടെ വേണം. ഒരു പണിക്കും പോവാതെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൊഞ്ചിച്ച് ഇങ്ങനെ റൊമാൻസ് ഒക്കെ കളിച്ചിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇതാണ് ഇപ്പൊ ഇവിടെ നടന്ന സംഭവം. അതാണ് യവൻ അവന്റെ സുഖങ്ങൾ തേടി കഞ്ചാവ് ഫ്രണ്ട്സ് അങ്ങനെ വലിയ പരിപാടിയൊക്കെ ആയിട്ട് പോയി, മോഷണം അങ്ങനെയുള്ള അലമ്പ് പരിപാടികളൊക്കെ ആയിട്ട് പോയി. അപ്പം കൊച്ചിനും വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് അവക്ക് ബോറടി, എനിക്ക് ഈ ജീവിതം പറ്റത്തില്ല. അപ്പം വേറൊരുത്തനെ ആശ്വസിപ്പിക്കാൻ വന്ന് കാണും. അന്നേരം ആ ആശ്വാസം തേടി അവളും വേറെ വഴിക്ക് പോയി. ഇന്നത് നമുക്ക് രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ രണ്ടെണ്ണവും ബ്ലൂം ചിക്ക ബ്ലാ ബ്ലാ. ഓക്കെ, +2 കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ല. +2 കണ്ടിന്യൂ ചെയ്യണമെന്ന് പോലും ആഗ്രഹമില്ല. പഠിക്കാനുള്ള കഴിവ് വേണ്ടേ ഇനി? പഠിക്കാൻ ആഗ്രഹമില്ലേ? പഠിക്കാനേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പഠിക്കാനേ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ പണയുന്നില്ല ഞാനൊന്നും. പഠിക്കാൻ ഇഷ്ടമല്ല. വിഷ്ണു എങ്ങനെയാ? ഞാൻ 8 വരെ പോയുള്ളൂ. പിന്നെ അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ, അവനും പഠിക്കാൻ പോകാൻ താല്പര്യമില്ല, എവക്കും പഠിക്കാൻ ഇഷ്ടമല്ല. രണ്ടുകൂടെ കണക്ട് ആയി. കറക്റ്റ് ആൾക്കാരെ കണക്ട് ആയത്. പിന്നെ എനിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല. ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. മിടുക്കിയാണ് ഗൈസ്. ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന അമ്മയ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് വെറുതെ പറയുന്നില്ല. മസ്താനി എഗെയിൻ ചോദിക്കുന്നുണ്ട്, നീ ഇത് സീരിയസ് ആയിട്ട് തന്നെയാണോ പറയുന്നത്? അപ്പോൾ അവള് പറയുന്നുണ്ട് സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചപ്പം പറയുകയാണ്, ഞങ്ങൾ സ്നേഹം കൊണ്ട് ജീവിക്കുമെന്ന്. അവന്റെ അച്ഛന്റെ കൈ പൈസ ഉണ്ട്, അത് വെച്ച് ജീവിക്കുമെന്ന്. മാമന്റെ കൈ പൈസ ഉണ്ട്, അത് വെച്ച് ജീവിക്കുമെന്ന്. സീരിയസ് ആയിട്ട് പറയുന്നതാണ് ഈ പെണ്ണ്. ഈ തമാശക്ക് വെറുതെ കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടി പറയുന്നതല്ല. ഇത്രയേ ഉള്ളൂ മെച്യൂരിറ്റി. 18 തികഞ്ഞപ്പോഴേ പോയി കല്യാണം കഴിച്ചു. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 2.5 കൊല്ലമായി. 2.5 കൊല്ലം ആയപ്പോഴത്തേക്ക് മനസ്സിലായി ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്ന അല്ല ജീവിതം എന്ന്. അപ്പോഴത്തേക്ക് രണ്ട് വഴിക്ക്. കുത്തഴിഞ്ഞ ജീവിതം, വിവരമില്ലായ്മ, പക്വതയില്ലായ്മ, സ്റ്റിൽ മൊട്ടത്തോട് തലയിരിപ്പുണ്ട്. ഇതെല്ലാം ഇവരുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ പുതിയൊരുത്തനായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തല്ലോ, അവൻ ഇനി എത്ര നാൾ ഉണ്ടാവും എന്തോ. അതും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അടിച്ചു പിരിഞ്ഞു പോകും. അവൻ വീണ്ടും വീഡിയോ ആയിട്ട് വരും. ഇതിപ്പോ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ജീവിതം സോഷ്യൽ മീഡിയയിൽ വിൽക്കുകയാണ്, ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്രയും വിവരമില്ലാത്ത ആളുകൾ ഉണ്ടെന്ന് ഓർക്കുമ്പം സീരിയസ്ലി അത്ഭുതം തോന്നുന്നു.
ഈ പണ്ടുള്ള ആളുകളായിരുന്നു മിനിമം 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. പണ്ടുള്ള ആളുകൾ. ഇപ്പോഴത്തെ പിള്ളേര് വെറുതെ സ്കൂളിൽ പോയി ജയിപ്പിച്ചു വിടുന്ന കാലമാണ്. എന്നിട്ട് പോലും 10ാം ക്ലാസ് പോലും പാസ്സാവാനുള്ള ശേഷി ഇവനില്ല, +2 പോലും പാസ്സാവാനുള്ള ശേഷി ഇവക്കില്ല. അതും പോരാഞ്ഞിട്ട് ഒരു പക്വത ഇല്ലാത്ത പ്രായത്തിൽ ഒരു റിലേഷൻഷിപ്പിലോട്ട് വീഴുന്നു, ഒളിച്ചോടുന്നു, കല്യാണം കഴിക്കുന്നു. അതാണ് ഇപ്പം ഈ ഒരു അവസ്ഥയായി. എവിടെ സുഖം കിട്ടുന്നു അങ്ങോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. കമ്മിറ്റ്മെന്റ്സോ വേറെ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിൽ എനിക്ക് അത്ഭുതം ഈ ഒരു കാര്യത്തിൽ, ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു 7 കൊല്ലം കല്യാണത്തിന് മുമ്പ് പോയി എന്ന് ഇവർ പറയുന്നുണ്ട്. അതെങ്ങനെ പോയി സ്റ്റിൽ മനസ്സിലാവുന്നില്ല. സോ കൂടുതലൊന്നും ഞാൻ ഇതിനകത്ത് പറയാൻ നിൽക്കുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ കമന്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ എനിക്ക് കുറേ ആളുകൾ അയച്ചു തന്നു. ഇൻസ്റ്റയിൽ ഇന്നലെ മൊത്തം അയച്ചു തന്ന വീഡിയോ ഇതാണ്. ഇങ്ങനെയുള്ള അപരാധം ടോപ്പിക്കുകൾ ചെയ്യാതിരിക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കില്ലല്ലേ? ഒരപരാധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോഴാണ് അടുത്ത അപരാധം. സോ വേറൊരു വീഡിയോ വരാം. അപ്പം ശരി, ചാച്ചാ, ബൈ ബൈ.